ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു എപ്പിസോഡാണ്. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്മീനെ ഇന്ന് തന്നെ പുറത്താക്കുന്നതാണ് അതിൻ്റെ ശരി എന്നുള്ള നിലപാടിലാണ് എപ്പിസോഡ് കാണാനായിട്ടിരിക്കുന്നത്. എപ്പിസോഡ് തുടങ്ങി കുറച്ച് കഴിഞ്ഞ സമയത്ത് ഈ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല എന്നുള്ളൊരവസ്ഥയായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആദിലയ്ക്കും നൂറയ്ക്കുമെതിരെ ലക്ഷ്മി പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ലക്ഷ്മീനെ ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നതും ലക്ഷ്മീനോടുള്ള പെരുമാറ്റവും പറച്ചിലും ഒക്കെ ആയ സമയത്ത് ഈ കൊല്ലാതെ കൊല്ലുക എന്ന് പറയുന്നൊരവസ്ഥയില്ലേ, അതേപോലെയാക്കി. കാരണം പല ആവർത്തി ലാലേട്ടൻ ലക്ഷ്മീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ അവിടെ നിൽക്കുന്നത്, ഇറങ്ങിപ്പോയിക്കൂടെ, ഈ വീട്ടിൽ നിന്ന് ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോ, എന്തിനാണ് അവർക്കും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കി ഇങ്ങനെ നിൽക്കുന്നത്, ഇറങ്ങിപ്പോയിക്കൂടെ നിങ്ങൾക്ക് എന്ന് പല ആവർത്തി ലക്ഷ്മീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഉളുപ്പ് ലക്ഷ്മിക്ക് ഉണ്ടെങ്കിൽ സ്വയം ഇറങ്ങി പോകേണ്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ലാലേട്ടനും അവിടെ ഇരിക്കുന്ന മത്സരാർത്ഥികളും ഈ കാര്യത്തിൽ ലക്ഷ്മീൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഏതെങ്കിലും കാര്യത്തിൽ ഒരു ഇമോഷൻ ആരോടെങ്കിലും ലക്ഷ്മിക്കുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ചോദിച്ച ചോദ്യങ്ങളും കല്ലുപോലെ നിന്ന് കേട്ടിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ലക്ഷ്മി അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ലാലേട്ടൻ ലക്ഷ്മീൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ പുറത്തു നിന്ന് ഈ ഷോ കണ്ടതിന് ശേഷമല്ലേ അകത്തേക്ക് വന്നത്, അപ്പോൾ ഇവരൊക്കെ അവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനകത്തേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ലാലേട്ടൻ ലക്ഷ്മീൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു പുരോഗമന സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഇത്തരം ഇടുങ്ങിയ ചിന്താഗതികൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന, മനുഷ്യരെ തുല്യരായിട്ട് കാണാൻ കഴിയാത്ത ഇത്തരം ആൾക്കാരെ എന്തിന് ഇതുപോലൊരു റിയാലിറ്റി ഷോയിലേക്ക് കൊണ്ടുവരുന്നു എന്നൊരു മറു ചോദ്യം അവിടെ നിൽക്കും. കാരണം ഇത്തരം ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യില്ലേ, അവരുടെ ഈ കാര്യത്തിലുള്ള നിലപാടുകൾ ഇന്നതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. സമൂഹത്തിലുള്ള ഇത്തരം പുഴുക്കുത്തുകളെ എന്തിനാണ് ഈ ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയിലേക്ക് വിളിക്കുന്നതും അവർക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നതും? അപ്പോൾ ഈ കാര്യത്തിൽ ബിഗ് ബോസ് ടീമും റെസ്പോൺസിബിൾ ആണ്. കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്നൊരു വ്യക്തി, അയാളും LGBTQ+ കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിപ്പോവേണ്ടി വന്ന ഒരാളാണ്. അയാളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തും അയാൾക്ക് ഇത്തരത്തിലുള്ളൊരു നിലപാടുണ്ട് എന്നുള്ളത് ഈ BB ടീമിന് മനസ്സിലാവാത്ത കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ഈ ബിഗ് ബോസ് പോലൊരു ടെലിവിഷൻ ഷോയിൽ അവസരം കൊടുക്കുന്നതിൻ്റെ പിന്നിലെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? അങ്ങനെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുത്ത് അവരെ അതിനകത്ത് കയറ്റി വിട്ടിട്ട് അവരുടെ വായിൽ നിന്ന് പിന്നെ എന്ത് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ അതിനകത്തോട്ട് കയറ്റി വരുന്നത്? ഇത്തരം നിലപാടുകളുള്ള ആൾക്കാർ അവരുടെ നിലപാട് അതാണെന്ന് തന്നെയല്ലേ പറയുള്ളൂ, അവരതിന് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയല്ലേ സംസാരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു അവസരം കൊടുത്ത് അതിനകത്തേക്ക് ഈ ലക്ഷ്മീനെ പോലെയും അഭിഷേകിനെ പോലെയുള്ള ആൾക്കാരെ കയറ്റി വിട്ടതിന് ശേഷം അവരുടെ സ്വഭാവം അവർ പഠിച്ചത് അവിടെ ചെന്ന് പാടിയതിന് ശേഷം അതിനെതിരെ ഇത്തരത്തിൽ ദേഷ്യപ്പെട്ടും ഇത്രയും ഫയർ ചെയ്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാർത്ഥതയെ അവിടെ ചോദ്യം ചെയ്യപ്പെടും. ഞാൻ ലാലേട്ടൻ്റെ കാര്യമല്ല അവിടെ പറയുന്നത്, മൊത്തം BB ടീമിൻ്റെ ഈ കാര്യത്തിലുള്ള ആത്മാർത്ഥത അവിടെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഏതായാലും ഇന്ന് ലക്ഷ്മീൻ്റെ ഇത്തരം നിലപാടുകൾക്കെതിരെയും ലക്ഷ്മി പറഞ്ഞ വൃത്തികേടുകൾക്കെതിരെയൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ ലാലേട്ടൻ അവിടെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ലക്ഷ്മിയെ പോലൊരാൾക്ക് ഇത്തരത്തിൽ സംസാരിക്കാൻ, ഇത്രയും വൃത്തികേട് പറയാനായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ബിഗ് ബോസ് ടീമിന് പിന്മാറാൻ കഴിയില്ല.